കല്ലൂർക്കുന്ന് ഞാറ്റാടിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ഭീതിയൊഴിയാതെ ജനങ്ങൾ. കൂട്ടിൽ കെട്ടിയിട്ട പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നു. ഞാറ്റാടിയിൽ വാഗയിൽ സന്തോഷിന്റെ പശുവിനെയാണ് കടുവ കൊന്നത്. ഇന്നലെ രാത്രിയാണ് സംഭവം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഞാറ്റാടി സാബുവിന്റെ വീട്ടുമുറ്റത്തും വട്ടത്താനി വയലിലും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. കൂടല്ലൂരിലെ നരഭോജി കടുവയെ പിടികൂടുന്നതിനായി വനവകുപ്പിന്റെ 80 അംഗ വനപാലക സംഘം തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് സമീപ പ്രദേശത്ത് കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നത്. പുറത്തുനിന്നുള്ള ആടുകളുടെ കരച്ചിലും ഒച്ചപ്പാടും കേട്ട് നോക്കിയപ്പോഴാണ് പശുവിനെ കടുവ വലിച്ചിഴച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസം ഞാറ്റാടി വട്ടത്താനി മേഖലയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൂടല്ലൂരിലെ നരഭോജി കടുവയുടെ കാൽപ്പാടുകളല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടല്ലൂരിലെ സംഭവം നടന്ന ദിവസങ്ങളായിട്ടും നരഭോജി കടുവയെ പിടികൂടാത്തതും അതേസമയം ഞാറ്റാടിയിൽ കടുവ കൂട്ടിൽ കെട്ടിയിരുന്ന പശുവിനെ ആക്രമിച്ചു കൊന്നതും പ്രദേശവാസികളിൽ ഭീതി ഇരട്ടിയാക്കിയിരിക്കുകയാണ്. ആട്ടുംകൂട്ടിൽ കിടന്ന് ഭയങ്കര ഒച്ച ഉണ്ട്. ആട്ടം ചാടുന്ന ഒച്ച കിട്ടും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കടുവ ആയിരിക്കും. ഞാൻ വലിയ കടുവ വയറിൽ കൂടെ പോയ പാടുണ്ടല്ലോ. എന്നാലും ഞാൻ പെട്ടെന്ന് ചാടി കയറ്റിയിട്ട് ലൈറ്റ് അടിക്കാൻ നോക്കുമ്പം ഈ കൂട്ടിൻ്റെ ആകുന്ന ഇവിടുന്ന് പിന്നെ കഴുത്തിന് പിടിച്ച് വലിച്ച് ചാടിക്കുക. വലിച്ചാടിക്കുന്ന കയറ് പൊട്ടുന്നില്ല. കയറ് പൊട്ടുന്ന വലിച്ച് ചാടിച്ച് താഴേക്ക് ചാടിച്ച് ഇവിടുന്ന് ഞങ്ങളെല്ലാവരും ഏറ്റു വന്ന് അതിലൊക്കെ നല്ല ഓടി ഒന്നേരം ഇവിടെ വലിച്ചുകൊണ്ട് പോവുക. കഴുത്തെ പിടിച്ച് വലിച്ച് ഇതിനെ കൊണ്ടുപോകുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ ലൈറ്റ് അടിച്ച് നിൽക്കുന്ന ലൈറ്റ് മട്ടത്ത് കടിച്ച് വലിക്കുക, വിടുന്നില്ല. അപ്പോൾ എല്ലാവരും അതിലൊക്കെ ഇവർ ഓടി വന്നല്ലാണ് അവിടെ വരെ ഞങ്ങൾ അവിടെ എല്ലാ ആൾക്കാർ ഓടി വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിടുത്തം തലേന്ന് പിടുത്തം വിട്ടിട്ട് നമ്മൾ മാറിപ്പോകുന്നുണ്ട്. ഈ പ്രദേശത്ത് ആളുകൾ ആടും മാടും വളർത്തിയും കൃഷി ചെയ്തുമാണ് ഉപജീവനം കഴിച്ചുകൂട്ടുന്നത്. നാട്ടിൽ കടുവയിറങ്ങിയതോടെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ജനങ്ങളെല്ലാം ഇളകിയിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. കാരണം മിനിഞ്ഞാന്ന് 2 ദിവസങ്ങളിലായിട്ട് വയലിൽ കാൽപ്പാട് കണ്ടു എന്നുള്ള സൂചന പറഞ്ഞുകൊണ്ട് ഈ നാട്ടുകാർ മുഴുവൻ ഫോറസ്റ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടെ തിരയാനും എല്ലാം ഈ വയലിലൂടെ നടന്നതാണ്. അപ്പോഴെങ്കിലും ഒരു മുൻകരുതൽ ഉണ്ടാവുമായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം നടക്കൂലായിരുന്നു. ന്യൂസ് ബ്യൂറോ, നടവയൽ.